ഗായ്സ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, സോ ഞാൻ വന്നിട്ടുള്ളത് വേറൊന്നായിട്ടില്ല, എൻ്റെ ഒരു ഡെസ്ക് ടൂറാണ്. സംഭവം എന്താ വെച്ചാൽ ഇതെൻ്റെ ഡെസ്ക്കാണ്, ഇതെൻ്റെ ഏരിയ ആണ്. ഇത് മൊത്തം കേട്ടോ, ഇത് മൊത്തം എൻ്റെ ഏരിയ ആണ്. അപ്പം ഇത് ഇങ്ങനെയൊന്നല്ലായിരുന്നു കേട്ടോ ഗൈസ്, ഇവിടെയൊക്കെ മൊത്തം അലങ്കോലമായിരുന്നു. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഇത് വീട് കൊടുക്കുന്നതായതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് നീറ്റാക്കിയതേ ഉള്ളൂ. സോ നമുക്ക് ഓരോന്നായി തുടങ്ങാം. ഓക്കെ, സോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ചാക്കിൽ എന്താണെന്നുള്ളത് ഞാൻ വഴിയിടുന്നതായിരിക്കും. ഡോണ്ട് വറി. ഓക്കെ, കേസ് അത് നമ്മൾ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് നമുക്കിതാണ് കേസ് ഇവിടെ വെക്കാം. ഓക്കെ, സോ ന്യൂസ് പേപ്പർ ഒക്കെ ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമാണ് നമുക്ക്. ഓക്കെ, സോ ഇത് എൻ്റെ ഒരു ബോർഡാണ്. ഇത് എന്തൊക്കെയോ എന്തൊക്കെ കളിക്കുമ്പോൾ എഴുതി വെച്ചാൽ കേട്ടോ. നമുക്കിത് ഇവിടെ എൻ്റെ മുകളിൽ വെക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു ഗുഡ് വൈബ്സ് എന്നുള്ള സംഭവം എൻ്റെ ക്യാമറ കൈ മാറ്റി വെച്ചു. ഓക്കെ, ഇവിടെ ഞാൻ ഉണ്ടാക്കിയതാണ്, കണ്ടാൽ മനസ്സിലാവില്ലല്ലേ. ഓക്കെ, സോ ഞാനൊരു ഗുഡ് വൈബ്സ് എന്ന് വെച്ച സംഭവം ഒന്ന് ഇവിടെ തൂക്കി എടുത്തിട്ടുണ്ട്. മോട്ടിവേഷൻ പോയി. ഓക്കെ, പോയിട്ടില്ല. ഓക്കെ, പിന്നെ ഇവിടെ എൻ്റെ കുറച്ച് സ്കൂൾ ബുക്സൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ കുറച്ച് ആക്രിയാണ് കേസ്. ആക്രി എന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ക്രാഫ്റ്റ് ഐറ്റംസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു സെലോ ടേപ്പ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്തോ ഓക്കെ, ഒരു സ്റ്റേപ്ലർ, ചത്ത സ്റ്റേപ്ലറാണ് കേസ്. പിന്നെ കുറച്ച് അൽത്തുർത്ത് ക്രയോൺസ്. പിന്നെ ഇതെന്താ ഇവിടുത്തെ എഴുതാ എന്താ സാധനം എന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഗൈസ്, എന്തോ ഒരു സാധനം, ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ റബ്ബറൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ആക്കാം, ഞാൻ ഉണക്കി വെക്കാം. ഇതെന്നാ ഒരു ചെറിയ ആർട്ടിസ്റ്റ് കൂടെയാണ്. ഓക്കെ, ജേർണലിങ്ങൊക്കെ ചെയ്യും, ഇത് വഴി വരുന്നതായിരിക്കും. ഓക്കെ, സോ ഞാനിത് എൻ്റെ ഒരു വലിയ ഒരു ക്ലേൻ്റെ കൂടെ കിട്ടിയ പാത്രമായിരുന്നു. സോ ആ പാത്രത്തിൻ്റെ മൂടിയാണിത്. ആ മൂടിയിൽ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ആൾക്കൂട്ട് സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ക്ലേ കിട്ടിയ പാത്രം ഞാൻ പെയിൻറ്റ് യൂസ് ചെയ്തു. ഇതുണ്ടോ, ബ്രഷിൻ്റെ ഒക്കെ കോലം നിങ്ങൾ കാണണം ഗൈസ്, സ്പീഡ് മാതിരി. ഓക്കെ, പിന്നെ ഇവിടെ എന്തോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഷോക്കിംഗ് പെന്നാണ്. ഞാനിപ്പോൾ നിൽക്കാൻ എൻ്റെ കൈ മൊത്തം ഷോക്ക് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ കൈ നിൽക്കുമ്പം എന്തോ ഒരു മരവിപ്പൊക്കെ പോലെ അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെതാണ്. അപ്പം എൻ്റെ കസിനും കൂടി മനസ്സിലായിരുന്നു. അപ്പോൾ അവൻ ഇവിടുന്ന് പോയപ്പോൾ എടുക്കാൻ മറന്നുപോയി, പിന്നെ കൊടുത്തില്ല. അവിടെ വെച്ച് എനിക്ക് അതിപ്പോൾ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ രണ്ടെണ്ണം ടോട്ടൽ ഉള്ളത്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു റിലേറ്റീവിന് പണ്ട് ടെലിഫോൺ കമ്പനിയിലായിരുന്നു ജോലി. സോ അവിടെ നിന്ന് റിട്ടയറായി വരുമ്പം കുറച്ച് ഇങ്ങനെ പഴയ ടെലിഫോൺസൊക്കെ ജസ്റ്റ് എടുത്തിട്ട് വന്നായിരുന്നു, വെറുതെ വീട്ടിലേക്ക് ഒരു മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഞാൻ ഒന്ന് പൊക്കിയതാണ് ഗൈസ്. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് കളിക്കാനൊക്കെ എടുക്കാം. ഹലോ മൈക്ക് ചെക്ക് എന്നൊക്കെ പറ്റും, ജസ്റ്റ് കളിക്കാനൊക്കെ എടുക്കാനാണ്, വേറെ ഉപയോഗമൊന്നുമില്ല. നത്തിങ്. ഓക്കെ, സത്യല്ലേ. അപ്പം എന്താ ചെയ്യുന്നതല്ലേ, ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇത് എൻ്റെ ജേർണലിങ്ങിന് എടുക്കാനെന്ന് വെച്ച ഒരു ബ്രൗൺ പേപ്പറാണ്. ഇതെന്താ എന്തൊക്കെ എഴുതി വെച്ച അൽത്തുരുത്ത്. ഇതെൻ്റെ മെമ്മറീസാണ് ഗൈസ്. മെമ്മറീസ് വിൽ ലാസ്റ്റ് ലവ് എന്നൊക്കെ പറയുന്ന പോലെ. ഇതെൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഫിംഗർ പ്രിൻസൊക്കെ മേടിച്ചാണ് കേട്ടോ, ഇക്കൊല്ലത്താണ്. ഞാൻ പറഞ്ഞതല്ലേ, ചെറിയൊരു ആർട്ടിസ്റ്റും കൂടിയാണെന്ന്. ഗൈസ്, എൻ്റെ ആർട്ടിസ്റ്റ് അല്ല, എൻ്റെ ആർട്ട്. ഓക്കെ, സോ ക്യാമറ പിടിച്ച് അധികം വശമില്ലാത്ത കൊണ്ട് തന്നെ ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, എല്ലാം ജസ്റ്റ് ഒന്ന് കിടക്കാം. ഓക്കെ, പിന്നെ ഇത് വേറെ ഒരു ഡ്രോയിങ് ആണ്. ഇതൊക്കെ ഒതുക്കി വെച്ചില്ലെങ്കിൽ എനിക്കെന്നെ പണി കിട്ടും വയ്യ. ഇത് കുറച്ച് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സിൻ്റെ എന്തൊക്കെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാൻ ജസ്റ്റ് കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ സ്റ്റേപ്ലർ പിൻസ് ഉണ്ട്, അങ്ങനത്തെ തല കൊടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ തന്നെ തട്ടിപ്പറക്കി വെക്കാം, ഞാൻ തന്നെ വയ്യ വന്ന് വൃത്തിയാക്കേണ്ടി വരും. ഇതൊക്കെ എടുത്തിട്ടത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. യെസ്,
സെലോട്ടപ്പൊക്കെ എടുത്ത് ഇവിടെ തന്നെ ആക്കാം. ഓക്കെ, പിന്നെ എവിടെ എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇതൊരു ഫോണിൻ്റെ പെട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ എന്തോ ക്രാഫ്റ്റൊക്കെ ചെയ്ത് മുറിച്ചടച്ച് കൊളായി കളഞ്ഞു. ഇത് എൻ്റെ അച്ഛൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ബുക്സൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ ഞാൻ ഈ ഒരു ഇതിലോട്ട് ഇട്ട് വെച്ചത്. ഓക്കെ ഓക്കെ 1 മിനിറ്റ്. ഓക്കെ സെറ്റ്. അങ്ങനത്തെ കുറച്ച് ബുക്സൊക്കെ ഉണ്ട്. പിന്നെ ഇത് 2 ഫോൺ കവർ. ഇതെൻ്റെ കസിൻ്റെ ഫോൺ കവറും ഇതെൻ്റെ ആൻറ്റീൻ്റെ പഴയ ഫോൺ കവർ. ഇതിന് ജസ്റ്റ് കളർ ഇതാട്ടോ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ പണ്ടത്തെ ഒരു വികൃതികൾ, എന്താ പറയാതെ. പിന്നെ ഇത് ചാർജറിൻ്റെ സംഭവം ഞാൻ പെയിൻറ്റ് ചെയ്തതാണ്. കൊള്ളാമെന്ന് അറിയാം, അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ പറയുന്നില്ല. ഇതൊക്കെ എന്തൊക്കെയോ ആക്രികൾ ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ ഓക്കെ, ഇതൊക്കെ ഉണ്ടോ, എന്തൊക്കെയോ കുറേ കേസാണ്. ആ ഒരു ടൈം എനിക്കെന്തോ ഭ്രാന്ത് പോലെയൊക്കെയായിരുന്നു. ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ക്രേസ് എന്നൊക്കെ നമ്മൾ അറിയത്തില്ല, ആ കൊണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടുക അവിടെ നിന്ന് കിട്ടുമോ അവിടെ നിന്നൊക്കെ ചെന്ന് പൊറുക്കി വെക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക്. ഓക്കെ, ഇതാണ് വലിയൊരു പെന്നുണ്ട്, ഒരു മാർക്കറുണ്ട്. പെട്ടാത്ത മാർക്കറാണ് കേട്ടോ, എന്നാലും ഞാൻ മെമ്മറീസ് നമ്മൾ സൂക്ഷിക്കും. ഈ ഗ്ലാസ്സിലായിരുന്നു ഗൈസ് ഞാൻ പണ്ട് ഈ പെയിൻറ്റ് ചെയ്യേണ്ട വെള്ളം ഇടാറ്. പക്ഷെ ഇപ്പം ഞാൻ മാറ്റി. ഇപ്പം പൊളിഞ്ച് പോച്ച് ഗൈസ്. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു യൂട്യൂബറുണ്ട്, നീനു ഷാജി എന്ന പേര്. സോ അവരുടെ ഒരു ക്യാൻഡിലാക്കുന്ന വീഡിയോ കണ്ടിട്ട് എനിക്ക് ആക്കണം തോന്നി. ഞാൻ എന്താക്കി, ഗ്ലാസ് എടുത്ത് മെഴുകുതിരിയൊക്കെ ആക്കി ഒരുക്കി. കയ്യും പൊള്ളി, ക്യാൻഡിലായുമില്ല. സോ സാഡ് ഗൈസ്, വിഷമമൊന്നുമില്ല. ഞാൻ തൊട്ടതിനകത്ത് മറ്റേ എൻ്റെ ഒരു പറ്റാത്ത പെന്നും മുറിക്കാൻ പറ്റാത്ത മുറിച്ചില്ലാത്ത സിസ്റ്റേഴ്സും. എന്താ ഗൈസ് ഇങ്ങനെ ആള് കളിക്കുന്നത്. ഓക്കെ, മുറിച്ചില്ലാത്ത സീസേഴ്സും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് ഗൈസ് മെമ്മറീസൊക്കെ പറഞ്ഞിട്ടാണ് മെമ്മറി. എന്താ വെച്ചാൽ എൻ്റെ ക്ലാസ്സിലെ ക്ലാസ് ലീഡർ ആളും എൻ്റെ 3 ക്ലാസ് ലീഡേഴ്സ് ഉണ്ട് ടോട്ടൽ. സോ 3 ആൾക്കാരും ഞാൻ നല്ല ഫ്രണ്ട്സാണ്. ഞാൻ എനിക്ക് ഒരു ദിവസം എൻ്റെ ഒരു ക്ലാസ് ലീഡർ എനിക്ക് ഇങ്ങനത്തെ ഒരു ചോക്കാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ പറഞ്ഞു ഈ ഇങ്ങനത്തെ ചോക്ക് ഉണ്ടാക്കി തന്നാൽ ഒരു കളക്ഷൻ ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മേടിച്ചതാണ്. ഏകദേശം ഇപ്പോൾ ഈ കുപ്പി ഫില്ലാവാനായിട്ടുണ്ട്. ഓക്കെ, അതാണ്. പിന്നെ ഇതെന്തോ എനിക്ക് വാച്ച് ഗിഫ്റ്റ് കിട്ടിയ ബോക്സാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സീക്വൻസ് പോലത്തെ ജേർണൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സിന് പിന്നെ ഇങ്ങനെ സ്കെച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഇതാണ് കേട്ടോ, കലാവിധാണ്. ഓക്കെ, അത്രയൊക്കെ നമ്മൾ ഈ മുകളിലത്തെ സെറ്റിലുള്ളൂ. സോ ഇതൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യണേ മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്മുടെ ടൈറ്റാനിക് ബുക്കിൻ്റെ കുറച്ച് പേജസ് ചുമ്മാ വെട്ടിച്ചേട്ടോ. Oh my gosh, how is it? Comment below. ഓക്കെ, സോ ഇവിടെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. എന്താ വെച്ചാൽ തുറക്കാൻ അത് വൃത്തിയാക്കണം. എന്തായാലും കാണിക്കുന്നില്ല ഇപ്പം ഗൈസ്. ഇപ്പോൾ ലോഗൊക്കെ തുറന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഇതും ഓക്കെ, ഈ 2 ടോയ്സ് എനിക്ക് എൻ്റെ കസിൻ ടൂർ പോയി വരുമ്പോൾ കൊടുത്തു തന്നെയാണ്. സോ ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ ഫോർ മീ. ഈ കള്ളിയിൽ എനിക്കൊരു കുടയുണ്ട്, ഇപ്പം എൻ്റെ ഒരു ബാഗൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോൾ വിളിച്ചിടുന്നില്ല. ഇതെൻ്റെ ജേർണൽ സപ്ലൈസ് ആണ്. പിന്നെ ജേർണൽസൊക്കെ ഞാൻ വൈകാതെ ഇടുന്നതായിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പം ഐ ഹോപ്പ് യു ഗൈസ് ലവ് ഇറ്റ്. ഇഫ് യു ലവ് ഇറ്റ് ജസ്റ്റ് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അത്ര ബുദ്ധിമുട്ടാൻ വേണ്ടി ഒന്നും പറയുന്നുമില്ല. ജസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്നും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. അത്രയേ ഉള്ളൂ. ബൈ.